നീതി കമ്പനീസ് അസോസിയേഷൻ എറണാകുളം സോണൽ വാർഷിക സമ്മേളനം പറവൂർ കടാമംഗലം കവിത ഇവന്റ് ഹബ്ബിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം ഇ മോഹൻ അധ്യക്ഷനായി. ബിസിനസ് അവാർഡുകൾ മുൻമന്ത്രി എസ് ശർമ്മയും വിദ്യാഭ്യാസ അവാർഡുകൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനും വിതരണം ചെയ്തു. നിധി കമ്പനികൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് താൻ മുൻകൈയെടുക്കുമെന്ന് യോഗത്തിൽ N രാധാകൃഷ്ണൻ ഉറപ്പു നൽകി. NCA സംസ്ഥാന പ്രസിഡന്റ് ഡേവിഡ് A പാലത്തിങ്കൽ AGM ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AA സലീഷ്, വൈസ് പ്രസിഡന്റ് EA ജോസഫ്, ട്രഷറർ MJ രാജു, സെക്രട്ടറിമാരായ M സുരേഷ്, ഗോപൻ C നായർ, PB സുബ്രഹ്മണ്യൻ, വിവിധ സോണൽ പ്രസിഡന്റുമാരായ PC നിതീഷ്, J ഹേമചന്ദ്രൻ നായർ, അടൂർ സേതു, സംസ്ഥാന സമിതി അംഗം ബെന്നി M ജോർജ്, എറണാകുളം സോണൽ സെക്രട്ടറി ശ്രീ രാജഗോപാൽ, ജോയിന്റ് സെക്രട്ടറി ജോബി ജോർജ്, ട്രഷറർ VS തങ്കപ്പൻ, TB ജോഷി, അഗസ്റ്റ് സിറിൽ, ജിനോ പൊയ്യാറ എന്നിവർ പ്രസംഗിച്ചു. അംഗങ്ങൾക്ക് ഇൻഷുറൻസിനെ കുറിച്ച് സംസ്ഥാന കോർഡിനേറ്റർ ജിമ്മി ജോർജ് വിവരണം നൽകി. നിധി നിയമങ്ങളെക്കുറിച്ച് ഡോക്ടർ K പത്മനാഭൻ ക്ലാസ് എടുക്കുകയും ക്വിസ് മത്സരം നടത്തുകയും ചെയ്തു. വനിതാ ഡയറക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. ഫിനാൻസ് കമ്പനികളിൽ കേരളത്തിൽ വിളിക്കാൻ കഴിയും. എന്നാൽ സാധാരണ ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ചെയ്യുന്നത്. നിങ്ങൾ പാർട്ണർമാർ തന്നെ അല്ലെങ്കിൽ അതിലെ പങ്കാളികൾ തന്നെ അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഫോക്കസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. ഈ ഒരു രാജ്യത്തിന് വേണ്ടി മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഹാർനസിംഗ് ഇന്നോവേഷൻ എന്നതിന്റെ ഈ ഇന്ത്യയുടെ ഫുൾ ഫോം. അപ്പോൾ ആ നിധി കമ്പനികൾക്ക് ഇപ്പോഴത്തെ ഒരുപാട് പ്രശ്നങ്ങളും മറ്റു പുസ്തകങ്ങളും പ്രവർത്തനത്തിലും പ്രശ്നങ്ങളുണ്ട്. അത് മഹാമാരിയുടെ കാലത്ത് ഞാൻ മനസ്സിലാക്കണം, നിങ്ങൾ 10,000 കോടി 20,000 കോടി 40,000 കോടിയുടെ കാര്യം വിചാരിക്കണം. അതൊന്നും ചെയ്യണം. എല്ലാ കാലത്തും കച്ചവടമില്ല, ഒന്നുമില്ല. നിങ്ങൾ 10,000 കോടി ഏറ്റവും പാവപ്പെട്ട 5,000 രൂപ വെച്ച് കൊടുക്കണം. പാവപ്പെട്ടവർക്ക് കൊടുക്കാവുന്ന കാര്യമില്ല, അല്ലാത്തവർക്ക് നേരെ ബാങ്കിന്റെ പൈസ. പാവപ്പെട്ടവർക്ക് കൊടുത്താൽ ഈ 5,000 രൂപ സാധാരണക്കാരായ മാർക്കറ്റിംഗ് ചെലവാകും. ഇല്ലേ? അവർ പലരുടെ ജോലിയുടെ ചെലവാണ്. നമ്മൾ മലയാളികളുണ്ട് 5,000 രൂപ വർദ്ധിക്കുക, നമ്മൾ 2,000 രൂപ കടമപ്പെടുത്തി 7,000 രൂപ ചെലവാകും. അപ്പൊ കടകളുടെ ബിസിനസ്സാണ്. ആളുകളുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഒറ്റ റൗണ്ട് ഈ പൈസ 10,000 കോടി രൂപ മാർക്കറ്റിംഗ് ചെലവാകുമ്പോൾ ഒരു ആവറേജ് 15% ടാക്സ് ആയിട്ട് ഗവൺമെന്റ് ചെയ്യും. 15%, അതായത് 15% 1,000 കോടി ഫസ്റ്റ് റൗണ്ടിൽ സർക്കാരിന് ടാക്സ് ആയിട്ട് വരും. എന്റെ കണക്ക് ഒരു 3-4 മാസം കൊണ്ട് ഇതൊരു 6-7 റൗണ്ടിൽ പൈസ മാർക്കറ്റിംഗ് വരുന്നത്. ഓരോ റൗണ്ടിലും സർക്കാർ ടാക്സ് ആയിട്ട് ഒരു 1,000 റൗണ്ട് കഴിയുമ്പോൾ കൊടുത്ത 10,000 കോടി രൂപ ഈ ടാക്സ് ആയിട്ട് സർക്കാരിലേക്ക് തിരിച്ചു വരും. അപ്പൊ സർക്കാർ